അവൾ അവളുടെ സഹോദരിയുടെ റൂമിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് മെല്ലെ വളരെ ഭയത്തോടു കൂടി നടന്നുകൊണ്ടിരുന്നു. ആ റൂമിന്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ അവൾ മെല്ലെ അവളുടെ സഹോദരി Emily, അതായിരുന്നു അവളുടെ സഹോദരിയുടെ പേര്. can I come in? അതിന് പ്രത്യേകിച്ച് മറുപടിയൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ പതുക്കെ റൂമിന്റെ കതക് തുറന്ന് അവൾ അകത്ത് പ്രവേശിച്ചു. അപ്പോൾ അവൾക്ക് കാണാൻ കഴിഞ്ഞത് സ്വന്തം സഹോദരി നിലത്തിരിക്കുന്നതാണ്. നിലത്തിരുന്നു കൊണ്ട് എന്തോ ചികയുന്നതാണ്. അവളുടെ മുടി, അവളുടെ മുഖം ഫുള്ള മറച്ച് വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് എന്താണ് അവൾ ചികയുന്നത് എന്ന് കാണാൻ ഈ സഹോദരിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ചികയുന്നത് അല്ലെങ്കിൽ എന്താണ് ഇവൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഈ സഹോദരി വളരെ ഭയത്തോടുകൂടി പതുക്കെ അവളുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്ന് അവൾ കണ്ടുന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. സ്വന്തം സഹോദരിയായ എമിലി ചിലന്തികളെ ഭക്ഷിക്കുന്ന ഒരു രംഗമാണ് അവൾ അപ്പോൾ അവിടെ വെച്ച് കണ്ടത്. ഇത് കണ്ട് ഞെട്ടി ഈ സഹോദരി നിലവിളിക്കുന്നു. ഈ നിലവിളി കേട്ട് എമിലി തിരിച്ചു നോക്കുന്നു. അതിനേക്കാളും വലിയ ഭയാനകമായ ശബ്ദത്തിൽ എമിലിയും നിലവിളിക്കുന്നു. അതിനുശേഷം ഈ എമിലി എണീറ്റ് പോയി ആ റൂമിൻ്റെ മതിലുകളിൽ സ്വന്തം നഖങ്ങൾ ഉപയോഗിച്ച് കീറി മുറിക്കുവാൻ ശ്രമിക്കുന്നു. മതിലിലോട്ട് ചാടി കയറുവാൻ ശ്രമിക്കുന്നു. അതിനുശേഷം നിലത്തിരുന്ന് സ്വന്തം മുടികളെ ഓരോന്നോരോന്നായി പിച്ച് ചീന്തിക്കളയുന്നു. ഈ ശബ്ദം കേട്ട് ഇവളുടെ അച്ഛനും എമിലിയുടെ അച്ഛനും വേറൊരു സുഹൃത്തും വന്ന് എമിലിയെ കീഴ്പ്പെടുത്തുന്നു. ഉണ്ടായിരുന്ന സുഹൃത്ത് പറയുന്നു, ഈ എമിലിയുടെ ദേഹത്ത് ഒന്നല്ല 7 പ്രേതങ്ങളാണ് കുടികൊള്ളുന്നത് എന്ന്. നിങ്ങൾ ഈ കേട്ടത് 2005 പുറത്തിറങ്ങിയ ദ എക്സോർസിസം ഓഫ് എമിലി റോസ് എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ഒരു സീൻ മാത്രമാണ്. പക്ഷേ ഈ സിനിമ എടുത്തിരിക്കുന്നത് ഒരു സംഭവ കഥയെ ആസ്പദമാക്കിയാണ്. അതായത് ജർമ്മനിയിൽ ആനി ലീസ മൈക്കിൾ എന്ന് പറയുന്ന 14-കാരിയുടെ ഒരു സംഭവ കഥയാണ് ഈ സിനിമയിൽ പറയുന്നത്. ആരാണ് ആനി ലീസ മൈക്കിൾ? നമുക്ക് നോക്കാം. സ്വാഗതം കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക്. ഇനി അങ്ങോട്ടുള്ള സംഭവങ്ങൾ പേടിയുള്ളവരാരും കാണാതിരിക്കുക. കാരണം ഞാൻ ഇതിൻ്റെ ഇടയിൽ അനലീസയെ എക്സോസിസം ചെയ്തപ്പോൾ എടുത്ത ഒറിജിനൽ വീഡിയോ ക്ലിപ്പും അവൾ സംസാരിക്കുന്ന കുറച്ച് വോയിസും ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ വളരെയധികം പേടി തോന്നുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് പേടിയുള്ളവർ സ്കിപ്പ് ചെയ്ത് പോവുക. അപ്പോൾ 1952 സെപ്റ്റംബർ മാസം 1-ാം തീയതിയാണ് അനലീസ ജനനമെടുക്കുന്നത്. അതായത് ജർമ്മനിയിലെ ഒരു ഗ്രാമത്തിൽ അവളുടെ അച്ഛനും അമ്മയുടെയും 4 മക്കളിൽ 2ാമതായാണ് അനലീസ ജന്മമെടുക്കുന്നത്. 16 വയസ്സ് വരെ അനലീസയ്ക്ക് ഒരു പ്രശ്നവുമില്ലായിരുന്നു. ഒരു സാധാരണ കുട്ടിയെ പോലെ തന്നെ അനലീസ ജീവിച്ചു പോന്നു. അതിനുശേഷം 16ാമത്തെ വയസ്സിലാണ് യഥാർത്ഥത്തിൽ ആദ്യമായി അനലീസയ്ക്ക് ഇതിൻ്റെ ഒരു സിംറ്റം കണ്ടു തുടങ്ങിയത്. അതായത് ചെറിയൊരു ഫിക്സ് ആയിരുന്നു ആദ്യം അനലീസയ്ക്ക് വന്നത്. ശരീരം ആകമാനം ടെമ്പറേച്ചർ കൂടി, ചൂട് കൂടി ചെറിയ ഫിക്സ് വന്ന് അനലീസയെ ഹോസ്പിറ്റലൈസ് ചെയ്തു. ഹോസ്പിറ്റലിൽ പോയി നോക്കിയപ്പോൾ വളരെ വ്യത്യാസമൊന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അവർ ചെറിയ മരുന്നൊക്കെ കൊടുത്ത് തിരിച്ചയച്ചു. അവർ തിരിച്ച് വീട്ടിൽ വന്നു. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് അനലീസയ്ക്ക് വീണ്ടും ഇതേ അനുഭവം ഉണ്ടായി. അപ്പോഴ് അനലീസ മറ്റു ഭാഷകളിൽ, അനലീസയ്ക്ക് അറിയാൻ പാടില്ലാത്ത മറ്റു ഭാഷകളിൽ അനലീസ സംസാരിച്ചു തുടങ്ങി. ഇത് അച്ഛനും അമ്മയ്ക്കും വളരെ ഒരു പേടി തോന്നി. വീണ്ടും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് അവർ കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്തു വിട്ടു. അതും കൊണ്ടവർ തിരിച്ച് വീട്ടിൽ വന്നു. പക്ഷേ അനലീസയ്ക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. വീണ്ടും അവളുടെ അസുഖം മൂർച്ഛിച്ചു കൊണ്ടേയിരുന്നു. അതിനുശേഷം വീണ്ടും ഇതും ആവർത്തിച്ചു. അനലീസ ഒറ്റയ്ക്ക് സംസാരിക്കുവാൻ തുടങ്ങി. ചില സമയത്ത് ഒറ്റയ്ക്ക് ചിരിക്കും, ചില സമയത്ത് കരയും, ചില സമയത്ത് മറ്റ് ഭാഷകളിൽ സംസാരിക്കും. ഇതായിരുന്നു അനലീസയുടെ പ്രശ്നം. അനലീസ എപ്പോഴും പറയുന്നത്, അനലീസയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് സ്വബോധത്തിലേക്ക് വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സ്വബോധത്തിൽ വരുമ്പോൾ അനലീസ പറയുന്നത്, അവളുടെ ചെവിയിൽ ആരോ പറയുന്നുണ്ട്, നീ നരകത്തിലേക്ക് പോകുകയാണ്, നിന്നെ ഞാൻ നരകത്തിലേക്ക് കൊണ്ടുപോകും എന്ന് അനലീസയുടെ ചെവിയിൽ ആരോ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതുണ്ടായിട്ടുണ്ടെന്ന് അനലീസ രക്ഷകർത്താക്കളോട് ഇടയ്ക്ക് പറയാറുണ്ട്. അതിനുശേഷം ഇവരൊരു നൂറെ കൊണ്ട് കാണിച്ചു. അവരെ
ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്ത് ചെക്കപ്പൊക്കെ ചെയ്തതിന് ശേഷം അവർക്ക് പ്രത്യേകിച്ചൊന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഒരു കൊല്ലത്തോളം അനലീസ ചികിത്സയിലായിരുന്നു. അതിനുശേഷം അനലീസയെ വീണ്ടും വീട്ടിലേക്ക് മാറ്റി. പക്ഷേ അനലീസയുടെ അസുഖത്തിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല, അത് കൂടി വരികയാണ് ചെയ്തത്. അതിനുശേഷം അനലീസയുടെ രൂപത്തിൽ തന്നെ വളരെ മാറ്റമുണ്ടായി. അനലീസ ഉറക്കമൊന്നുമില്ലാതെ ആയി. അനലീസയുടെ കണ്ണിൻ്റെ അടിഭാഗത്തെല്ലാം നല്ല കറുപ്പ് വന്നു തുടങ്ങി. അതിനുശേഷം ഇവർക്ക് മനസ്സിലായി അനലീസയ്ക്ക് ഒരു അസുഖമല്ല, ഇതിലെന്തോ ഒരു പ്രേതബാധയാണ് എന്ന് അനലീസിൻ്റെ രക്ഷകർത്താക്കൾക്ക് മനസ്സിലാവുകയും അതിന് എക്സോസിസം ചെയ്ത് ഏതെങ്കിലും പള്ളിയിൽ കൊണ്ടുപോയി ഏതെങ്കിലും അച്ഛന്മാരെ വിളിച്ച് എക്സോസിസം ചെയ്ത്, അതായത് ബാധ ഒഴിപ്പിക്കുക എന്ന് പറയുന്ന കർമ്മം ചെയ്യാൻ അവർ ആഗ്രഹിച്ചു. പക്ഷേ അപ്പോൾ ജർമ്മനിയിൽ അത് നിയമവിരുദ്ധമായിരുന്നു. എക്സോസിസം അവിടെ ചെയ്യാൻ പാടില്ല, നിയമവിരുദ്ധമായിരുന്നു. അതുകൊണ്ട് എല്ലാ അച്ഛന്മാരും ഇതിനെ നിരസിച്ചു. അവർ പറഞ്ഞു, നിങ്ങൾ എക്സോസിസം ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ എന്ത് ചെയ്യുക, പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണ് നല്ലത് എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത് ഇതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ അനലീസ പിന്നീട് അനലീസ ആക്രമണ സ്വഭാവങ്ങളൊക്കെ കാണിച്ചു തുടങ്ങി. സ്വന്തം കൈകളെ തന്നെ മുറിവേൽപ്പിക്കുക, ഈ മുടിയൊക്കെ വലിച്ചിടിച്ച് കളയുക. അങ്ങനെ അനലീസയ്ക്ക് ഒരുപാട് ക്ഷതങ്ങളും ഒടിവുകളും ഒക്കെ പറ്റിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത്. അവർ പള്ളികൾ തോറും കയറി ഇറങ്ങി നടക്കുന്ന ഒരു സമയവും കൂടിയായിരുന്നു. യഥാർത്ഥത്തിൽ അനലീസയുടെ അച്ഛൻ ഒരു പള്ളിയിൽ അച്ഛനാകാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ വളരെ ആഴ്ചയിൽ 2 പ്രാവശ്യം പള്ളിയിലൊക്കെ പോകുന്ന വളരെ ദൈവഭയത്തോട് ജീവിച്ച ഒരു ഫാമിലിയായിരുന്നു അനലീസയ്ക്ക് പിന്നീട് ഈ പറയുന്ന യേശു ക്രിസ്തുവിനെയും അല്ലെങ്കിൽ ഏതെങ്കിലും ദൈവത്തിൻ്റെ ഫോട്ടോ കാണുമ്പോൾ ഭയങ്കര പേടിയായി തോന്നി. പള്ളികളിൽ നിന്നും അകത്തോട്ട് കയറാൻ അനലീസയ്ക്ക് പേടി, അങ്ങനെയൊക്കെ വന്നു. അപ്പോൾ അച്ഛനമ്മമാർ വളരെ നിസ്സഹായരായ ഒരവസ്ഥയിലേക്ക് മാറി. അങ്ങനെ അവസാനം ഒരു പള്ളിയിലെ അച്ഛൻ സമ്മതിച്ചു, ശരി അനലീസയെ നമുക്ക് എന്ത് ചെയ്യാം, എക്സോസിസം ചെയ്യാം എന്ന് പറഞ്ഞ് 2 പള്ളിയിലെ അച്ഛന്മാർ എക്സോസിസം ചെയ്യാൻ വേണ്ടിയിട്ട് അനലീസയുടെ വീട്ടിൽ വരികയുണ്ടായി. അവിടെ നിന്ന് അനലീസയെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് അനലീസയ്ക്ക് എന്താണ് പ്രേതബാധ തന്നെയാണ് എന്ന് പള്ളിയിലെ അച്ഛന്മാർക്ക് മനസ്സിലാവുകയും എക്സോസിസം ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ 10 മാസത്തോളം അനലീസയിൽ ചെയ്ത എക്സോസിസം എന്ന് പറയുന്നത് ഏതാണ്ട് 67 തവണയാണ് അനലീസയിൽ എക്സോസിസം ചെയ്തത്. അതായത് ഒരു എക്സോസിസം ചെയ്യുമ്പോൾ ഏതാണ്ട് 1.5-2 മണിക്കൂറോളം ദീർഘമുള്ള ഒരു സംഭവമാണ് എക്സോസിസം. അങ്ങനെ 10 മാസത്തിനുള്ളിൽ 67 തവണയാണ് അനലീസയെ എക്സോസിസം അവർ ചെയ്തത്. അതിൻ്റെ എക്സോസിസം ചെയ്തപ്പോൾ അവർ അതിൻ്റെ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാനിപ്പോൾ ഇവിടെ കൊടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ വോയിസും അനലീസ പല ഭാഷയിൽ സംസാരിക്കുന്ന വോയിസും അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കൊടുക്കാം. ഇതിലവർ പറയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ പലയിടത്തും പല രീതിയിൽ പറയുന്നു. ചിലയിടത്ത് 7 എന്ന് പറയുന്നു. ഇതിൽ പറയുന്നത് 6 ആത്മാക്കളാണ് അനലീസയുടെ ശരീരത്തിൽ കുടികൊണ്ടിരുന്നത് എന്നാണ് ആ പള്ളിയിലെ അച്ഛന്മാർ പറഞ്ഞത്. അതിൽ എടുത്തു പറയുന്ന ആത്മാക്കൾ ആരൊക്കെയെന്ന് ചോദിച്ച് നമ്മൾ ഞെട്ടിപ്പോകും. ഹിറ്റ്ലർ, ലൂസിഫർ, യൂദാസ്, അങ്ങനെ തുടങ്ങുന്ന 6 പേർ. ഈ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 6 പേരും ദൈവത്തെ അല്ലെങ്കിൽ ജീസസ് ക്രൈസ്റ്റിനെ പിന്നെ എതിർക്കുന്നവരാണ് അവരുടെ ഈ അനലീസയുടെ ശരീരത്തിൽ കുടികൊണ്ടിരുന്നത്. അവസാനം എത്ര എക്സോസിസം ചെയ്തതിന് ശേഷവും അനലീസയ്ക്ക് ഒരു മാറ്റവും ഉണ്ടായില്ല.
അനലീസ പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനലീസയുടെ അവസാന കാലങ്ങളിൽ അനലീസ പിന്നീട് ഏതാണ്ട് ഒരു ഗോസ്റ്റിനെ പോലെ തന്നെ അവളുടെ രൂപമാറ്റം സംഭവിച്ചു. കാരണം ആഹാരമൊന്നും കഴിക്കാതെയായി. പിന്നെ അതിനുശേഷം ഭക്ഷണം, ഈ അനലീസയ്ക്ക് ഇടയ്ക്ക് വെച്ച് മനസ്സിലായി എൻ്റെ ശരീരത്തിൽ എന്താണ് ബാധ കൂടിയിട്ടുണ്ട് എന്ന് അനലീസയ്ക്ക് സ്വയം മനസ്സിലാകുക, എനിക്ക് എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്നുള്ളൊരു ചിന്തയൊക്കെ ആയിരുന്നു അനലീസയ്ക്ക്. പിന്നെ അതിനുശേഷം അനലീസ ഭക്ഷണമെല്ലാം ഉപേക്ഷിച്ച് ഒരു ഭക്ഷണം കഴിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് മാറി. പിന്നെ അനലീസ കഴിച്ചുകൊണ്ടിരുന്നത് ചിലന്തി, അതായത് ഇൻസെക്റ്റുകളായിരുന്നു. ചിലന്തി, പല്ലി, അവിടെ കൂടി പോകുന്ന പല്ലി, ചിലന്തി, പാറ്റ, അങ്ങനെയുള്ള സംഭവങ്ങളെയാണ് അനലീസ കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അതിനുശേഷം സ്വന്തം മൂത്രം തന്നെ ഒഴിച്ചിട്ട് അത് തന്നെ കുടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അനലീസ എത്തിപ്പെട്ടു. അപ്പോൾ ഇതൊക്കെയായിരുന്നു അനലീസയ്ക്ക് സംഭവിച്ചത്. അവസാനം ഭക്ഷണമൊന്നും കഴിക്കാത്ത ഇരുന്നതിനാൽ അനലീസയുടെ വെയിറ്റ് ഏതാണ്ട് 30 കിലോ വരെ താഴുകയും ഈ എക്സോസിസം കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകാതെ അനലീസ മരിക്കുകയും, അതായത് 1976 ആണ് അനലീസ മരണപ്പെട്ടത്. അതിനുശേഷം ജർമ്മനിയിൽ ഇതൊരു വലിയൊരു കോലാഹലമായ ജർമ്മനി രാജ്യത്ത് അതിനുശേഷമാണ് ഈ സംഭവം വളരെ പെട്ടെന്ന് എല്ലാവരും അറിഞ്ഞത്. അതിനുശേഷം ഈ പ്രീസ്റ്റുകളെ 2 അച്ഛന്മാരേക്കും എതിരെ കേസെടുത്തു. അച്ഛന്മാരെ 6 മാസം വരെ തടവിലിടുന്ന ഒരു സംഭവം അവിടെ ഉണ്ടായി. കാരണം അവിടെ എന്ന് പറയുന്നത് ഇല്ലീഗലാണ്, എക്സോസിസം ചെയ്യുന്നത് ഇല്ലീഗലാണ്. ആ കൊച്ചിന് പ്രേതബാധയൊന്നുമല്ല, ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് എക്സോസിസം ചെയ്താണ് ആ കൊച്ചു മരിച്ചുപോയത് എന്നുള്ള കുറ്റം ചുമത്തി ആ 2 അച്ഛന്മാരെയും 6 മാസത്തോളം തടവിലിട്ട ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം അനലീസയെ അടക്കി. അപ്പോൾ അവിടെ പറയപ്പെടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രേതബാധ കൂടിയ ഒരു ശരീരമാണെങ്കിൽ അടക്കിക്കഴിഞ്ഞാൽ അത് ജീർണിച്ചു പോകില്ല എന്നൊരു വിശ്വാസം ജർമ്മനിയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതിനെ അനലീസയെ അടക്കിയതിന് ശേഷം 2 കൊല്ലം കഴിഞ്ഞ് അത് അടക്കിയത് പ്രോപ്പറായിട്ടുള്ള രീതിയിലല്ല അടക്കിയത് എന്ന കാരണം ചൂണ്ടിക്കാണിച്ച് അനലീസയുടെ പ്രേതം, അതായത് ശവക്കുഴി വീണ്ടും തോണ്ടി ആ പ്രേതത്തെ വീണ്ടും ആ ബോഡിയെ വീണ്ടും എടുക്കുകയുണ്ടായി. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് പുറം ലോകം ഇതുവരെയായിട്ടും അറിഞ്ഞിട്ടില്ല. ബോഡി ജീർണിച്ച് പോയിട്ടുണ്ടായിരുന്നു അതോ അതുപോലെ തന്നെയായിരുന്നു ഒന്നും പുറം ലോകം അറിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ എന്തായാലും ഏതാണ്ട് 7 കൊല്ലം വരെയുള്ള നരകയാതനകൾ സഹിച്ച് അനലീസ മരണപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രേതം ഉണ്ട്, നമ്മൾ പ്രേത കഥകൾ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലേ. പക്ഷെ ഇതൊന്നും ഈ പറയുന്ന ഞാൻ ഇട്ട ടേപ്പുകളോ അല്ലെങ്കിൽ എൻ്റെ വോയിസോ ഒന്നും ഒരിക്കലും ഫേക്കായിട്ടുള്ള ഒന്നുമല്ല. ഇതെല്ലാം നടന്ന ഒരു സംഭവമാണ്. ഈ കഥയെ ആസ്പദമാക്കിയ എക്സോസിസം ഓഫ് എമിലി റോസ് എന്ന് പറഞ്ഞ ഒരു ഫിലിം എടുത്തിട്ടുള്ളത്. ഭയങ്കര ഭയാനകമായ അല്ലെങ്കിൽ ഭയങ്കര പേടിപ്പെടുത്തുന്ന വളരെ വിജയിച്ച ഒരു ഫിലിമായിരുന്നു ദ എക്സോസിസം ഓഫ് എമിലി റോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതായിരുന്നു അനലീസ മിച്ചേൽ എന്ന് പറയുന്ന കുട്ടിയുടെ കഥ. നമുക്ക് വേറൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.